സ്വിച്ച് അങ്ങ് ഞെക്കി കഴിയുമ്പോൾ ലാഡറാണ്, സീലിംഗോട് കൂടി ലാഡർ ഇറങ്ങി വരുവാണ്. ഇനി നമ്മൾ അടുത്ത സ്വിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഈ ലാഡർ വിത്ത് സീലിംഗോട് കൂടി നമുക്ക് മേളിയിട്ട് പോവാണ്. ടെലസ്കോപ്പിക് വിത്ത് ഫോൾഡിംഗ് ടൈപ്പ് ലാഡറാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ ഇങ്ങനെ പൊക്കുക, താത്തുക, ഒരേ അടി ഏത് ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് പണി ചെയ്യാണ്. പണി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടൂൾസ് ഒക്കെ വെക്കണം. പെയിന്റ് അടിക്കുന്നവർക്ക് പെയിന്റ് അടിക്കുമ്പോൾ ഒരു പെയിന്റും പാട്ട വെക്കുക. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. ബിസിനസ് ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പുതിയ ലാഡർ ആണല്ലേ? ആറ്റിക് ലാഡർ. അതെന്താണെന്നുള്ള കാര്യം നമ്മളെ കാണാം. ആറ്റിക് ലാഡർ നമ്മൾ കാണിച്ചു തന്നുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ഞങ്ങളൊരു ലാഡർ കാണാനായിട്ടാണ് കയറി പോണത്. അപ്പൊ ഇവിടെ ഒരു ലാഡർ ഇരിപ്പുണ്ട്. ലാഡർ വരുന്നതിന്റെ ഡീറ്റെയിൽസുകൾ എങ്ങനെയാണ് നമുക്ക് കാണിച്ച് നേരെ അങ്ങ് പറയാൻ പറ്റും. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ കയറി നിൽക്കുകയാണ്. ഏത് വീട് പണിതാലും ഏത് ബിൽഡിംഗ് വന്നാലും ഈ ഫസ്റ്റ് ഫ്ലോറിന്റെ മേളിൽ നമുക്ക് ടെറസ് എന്ന് പറഞ്ഞ ഒരു സംഭവം കുറേ സ്പേസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരും. പക്ഷെ നോർമലി നമ്മൾ വീട് പണിയണവരോ അല്ലെങ്കിൽ നോർമൽ ചെയ്യുന്ന ബിൽഡിങ്ങിലെല്ലാം നമ്മൾ സ്റ്റെയർ കേസ് വെച്ചിട്ട് ടെറസിന്റെ മേളിലേക്ക് സ്റ്റെയർ കേസ് പണിയില്ല. ഫസ്റ്റ് സെക്ഷൻ മാത്രമേ പണിയത്തുള്ളൂ. അപ്പൊ ആ ഭാഗത്ത് നമുക്ക് ഈ വീട് പണിത് സ്ക്വയർ ഫീറ്റ് സ്ഥലം നമുക്ക് അവിടെ ഫ്രീ ഉണ്ടാവും. അവിടെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ലാഡർ, ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പൊ നമ്മളിപ്പോ ഇത് സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് വരുന്ന ടെറസാന്ന് കരുതിക്കോ. അപ്പൊ നമ്മൾ ഷീറ്റിലാണ് ചെയ്തേക്കണേ. അപ്പൊ ഇതിന്റെ മേളിൽ നമ്മൾ ലാഡർ വെച്ചേക്കാണ്. സീലിംഗിൽ അങ്ങ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ലാഡർ. അപ്പൊ നമ്മളിവിടെ ഒരു പവേഡ് ആയിട്ടുള്ള ഒരു മോട്ടർ കൊടുത്തിട്ട് ഒരു സ്വിച്ച് അങ്ങ് ഞെക്കി കഴിയുമ്പോൾ ലാഡറാണ്, സീലിംഗോട് കൂടി ലാഡർ ഇറങ്ങി വരുവാണ്. ഇത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് വരുന്ന ലാഡർ എന്ന് പറയണ അറിയാലോ, നമ്മുടെ ലാഡറുകളെല്ലാം ഫുള്ളി അലൂമിനിയം വെൽഡ് ചെയ്തിട്ടുള്ള മൾട്ടിപർപ്പസ് ലാഡറുകളാണ് നമ്മൾ ചെയ്യണത്. ഈ ലാഡറിന്റെ പ്രത്യേകത ഇത് ടെലസ്കോപ്പിക് വിത്ത് ഫോൾഡിംഗ് ആണ്. അപ്പൊ നമ്മളിപ്പോ ലാഡർ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലാഡറിനെ നമ്മുടെ ഫ്ലോറിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. ഫ്ലോറിലേക്ക് ഇറക്കി വെക്കാനായിട്ട് നമ്മൾ ഇത് കണ്ട ഈ ലാഡറിനെ നമ്മൾ ഇങ്ങനെ ഇതേപോലെ ആദ്യം ഫോൾഡിങ് നമ്മൾ നിവർത്തി കൊണ്ടുവന്നു. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമ്മൾ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോക്കായി. ടെലസ്കോപ്പിക്ക് നമ്മൾ നേരെ താഴ്ചയായിട്ട് ഇറക്കുവാണ്. ആൾക്ക് ഈസി ആയിട്ട് കയറി പോവാം. അപ്പൊ ഇതിന്റെ മേളിൽ നമ്മൾ വാട്ടർ ടാങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ വസ്തുക്കളൊക്കെ ഡംപ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്പേസ് എടുക്കുന്നില്ല. നമുക്ക് അവിടെ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒരു അസൗകര്യവും നമുക്ക് ആ സ്പേസിൽ ഒരു അസൗകര്യവും നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ മേളിൽ കയറി നമ്മൾ ഡംപ് ചെയ്യേണ്ട സാധനം ഡംപ് ചെയ്തു, വാട്ടർ ടാങ്ക് ആയിരിക്കണമെങ്കിൽ ക്ലീൻ ചെയ്തു. അത് സ്ത്രീകൾക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ലാഡർ പൊക്കത്താത്ത വെയിറ്റ് ഒന്നും വരുന്നില്ല. അപ്പൊ ഉപയോഗം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇതേപോലെ ഇറങ്ങി അല്ല, ഞാൻ കയറി കാണിക്കാൻ പറഞ്ഞതേ, ചില ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറയല്ലോ എൽദോനെ കൊണ്ട് കയറ്റാമായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ലാഡറാണ് അല്ലേ? കോസ്റ്റ് വരും എൽദോ? ഇത് വരുമ്പോൾ നമുക്ക് ഇതൊരു പീസ് ഒരു സെറ്റ് ആയിട്ടാണ് തന്നെ. അപ്പൊ നമുക്ക് ഇത് വരുമ്പോൾ നമുക്ക് നിലവില് കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു 38 രൂപ റേഞ്ചിലൊക്കെയാണ് നമുക്കിപ്പോ വന്നെ. കാരണം ഇതിനകത്ത് കുറെ വർക്കുകളുണ്ട്, മോട്ടറൈസ്ഡ് ഉണ്ട്, ഗിയർ സിസ്റ്റങ്ങൾ. മോട്ടറൈസ്ഡ് ഉൾപ്പെടെ 38 രൂപ തന്നെ? മോട്ടറൈസ്ഡ് ഉൾപ്പെടെ. സാധനം അവിടെ അടച്ചു പൊക്കോളും. ഇനി നമ്മൾ അടുത്ത സ്വിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഈ ലാഡർ വിത്ത് സീലിംഗോട് കൂടി നമുക്ക് മേളിയിട്ട് പോവാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ നമ്മളിത് ഷീറ്റ് കൊണ്ട് ചെയ്തേക്കണ ബിൽഡിംഗ് ആയതുകൊണ്ട് ആ ഷീറ്റിന്റെ സെയിം ഐറ്റം തന്നെയാണ് ഞാൻ ഇതിന്റെ അടി കൊടുത്തേക്കണേ. ഇപ്പൊ എല്ലാ വീടും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചില ജിപ്സം ബോർഡ് കൊണ്ട് ചെയ്യണവരുണ്ടാവും. അപ്പൊ നമ്മൾ അടിഭാഗത്ത് ജിപ്സം ബോർഡ് ചെയ്താൽ മതി. അപ്പൊ സാധനം അവിടെ കറക്റ്റ് ആയിട്ടിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഐറ്റം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഏത് സീലിംഗ് ആണോ ഈ കസ്റ്റമർ ചെയ്തേക്കണേ അതേ സീലിംഗ് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. നമുക്ക് വേറെ ഒന്നിനൊരു ലാഡർ ഇല്ലേ? അപ്പൊ നമ്മളിപ്പോ കണ്ട വ്യത്യസ്തമായിട്ടുള്ള വേറെ ഒരു ലാഡറാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ നമ്മുടെ ഈസി ലാഡർ എന്ന് പറയുന്നത് ഇത് വേൾഡിൽ നോർമലി എല്ലാ കമ്പനിക്കാരും ചെയ്യണ റിവൈറ്റോ നെറ്റ് ബോൾട്ടോ ഉള്ള ലാഡറുകളാണ്. ഈ ലാഡറിന്റെ വേൾഡിലെ മറ്റുള്ള ലാഡറിന് പ്രത്യേകിച്ച് ഇത് ഫുള്ളി അലൂമിനിയം വെൽഡഡ് ആണ്. കോമൺ ആയിട്ടുള്ള ലാഡറുകളൊന്നും നോർമലി ആരും വെൽഡ് ചെയ്ത് ചെയ്യാറില്ല. ഫുള്ളി വെൽഡഡ് ആണ്, മൾട്ടിപർപ്പസ് ആണ്, ടെലസ്കോപ്പിക് വിത്ത് ഫോൾഡിംഗ് ടൈപ്പ് ലാഡറാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ ഇങ്ങനെ പൊക്കുക, താത്തുക, ഒരേ അടി ഏത് ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ കൂടിയുള്ള മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫുള്ളി അലൂമിനിയം വെൽഡ് ചെയ്തിട്ടുള്ള ലാഡറുകളാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ ഈസി കമ്പനിയുടെ ആണെന്ന് ചോദിച്ചേക്കണം. ഈസി പ്രൊഡക്റ്റിന്റെ ഈസി ലാഡർ എൽദോയുടെ സാധനം ചോദിച്ചോ അല്ലേ? അതുകൂടെ കറക്റ്റ് ആവും. അപ്പൊ ഇതിന്റെ പല പല വേരിയന്റ് ലാഡറുകളാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 18 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. 18 വർഷമായിട്ടും ഒരാളും നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു വന്നിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ എത്ര വർഷം കഴിഞ്ഞാൽ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുകളുടെ ഒരു കംപ്ലൈന്റ് ആവുന്നെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ഫ്രീ സർവീസ് ചെയ്ത് ഫ്രീ സർവീസ് 1 രൂപ പോലും മേടിക്കില്ല. അത്ര കോൺഫിഡൻസ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ ആളുകൾ
ആളുകളുടെ കംപ്ലൈന്റ് കൊണ്ട് ഒരു പ്രശ്നം വന്നാലും നമുക്ക് അതിന് സർവീസ് ഉണ്ട്. നമ്മുടെ കമ്പനി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് തന്നെ നമ്മുടെ ഫോൺ നമ്പർ അല്ല ഇതിനകത്ത് സീൽഡ് ആണ്. കമ്പനി ഫോൺ നമ്പർ ഒരു എൻഗ്രേവ് ചെയ്ത് വെച്ചേക്കാം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ഈ നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റിക്കർ കുറച്ച് കഴിയുമ്പോൾ പോകും. അത് പല ഉപയോഗം കഴിയുമ്പോൾ അങ്ങ് പോകും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളി നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം ലാഡറിൽ തന്നെ എൻഗ്രേവ് ചെയ്യും. നമുക്ക് എത്ര വെറൈറ്റി ലാഡേഴ്സ് ഉണ്ട്? ഇത് പല വെറൈറ്റിയിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത് 5 അടി മുതൽ 3 അടി വരെ പോണ ലാഡറാണ്. ഇതിങ്ങനെ പല മോഡലിൽ വന്ന് ഇതിപ്പോൾ MDL3, MDL4, MDL5 എന്ന് പറഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 45 അടി വരെ പോണ ലാഡറുകളുണ്ട്. 45 അടി വരെ ലാഡർ. അപ്പോൾ ഇത് അലൂമിനിയം വെൽഡ് ചെയ്ത ലാഡറാണ്. നോർമൽ ഇതിന് അല്പം കോസ്റ്റ് കൂടുതൽ. നോർമൽ വിപണി കിട്ടുന്നേക്കാളും 10 രൂപ കൂടുതലുണ്ട്. പക്ഷേ ഇത് 10 രൂപ കൂടുതൽ മേടിക്കുമ്പോൾ 100 രൂപയുടെ വർത്ത് നമ്മൾ ആ പ്രോഡക്റ്റ് കൊടുത്തിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. ഇത് പുതിയ സാധനം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്ര കോസ്റ്റ് വരുന്നത് കൊണ്ട് അല്പം കുറച്ച് അതേ ക്വാളിറ്റി തന്നെ ഫുള്ളി വെൽഡഡ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് GI ലാഡറാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊക്കി എടുക്കാവുന്ന വളരെ ഇതിന്റെ ഫുള്ളി വെൽഡഡ് ആയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ലാഡറും ഫുള്ളി വെൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇളകി പറഞ്ഞു പോണ വിഷയമില്ല. പോകില്ല. നോർമലി എന്ന് പറഞ്ഞാൽ നെറ്റ് ബോൾട്ടോ റിവൈറ്റോ തന്നെ അത് വരുമ്പോൾ 2 സെക്ഷൻസ് വരുമ്പോൾ 2 മെറ്റീരിയൽ വരുമ്പോൾ 2 സെപ്പറേറ്റ് നിൽക്കും. വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ 2 കൂടി ഒന്നാവും. അതാണിത്. അപ്പൊ നമുക്ക് ഇത് സാധാരണക്കാരെ ടാർഗറ്റ് ചെയ്തതാണ്. സാധാരണക്കാരൻ നോർമലി പത്രവും കോസ്റ്റ് വയ്യ എന്നുള്ള ഇത് നമുക്ക് ഇതിന്റെ പല മോഡൽ സ്ട്രേറ്റ് ലാഡർ ഉണ്ട്. ഇതിപ്പോ സ്റ്റെപ്പ് ലാഡർ ആണ്. നമുക്ക് 3600 മുതൽ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലാഡർ ഈ സെക്ഷൻ എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു 4 ലക്ഷം രൂപ വരെയുള്ള ലാഡർ. അപ്പൊ അതിനകത്ത് സ്റ്റാർട്ടിങ് തന്നെ 3600 മുതലാണ്. ഇപ്പൊ കയറി നിൽക്കണേ ഈ ലാഡറിൽ നമുക്ക് ഇപ്പൊ അവിടെ നിന്ന് പണി ചെയ്യാണ്. പണി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടൂൾസ് ഒക്കെ വെക്കണം. നമുക്ക് ഫാൻ തുടയ്ക്കുമ്പോൾ പെയിന്റ് അടിക്കുന്നവർക്ക് പെയിന്റ് അടിക്കുമ്പോൾ ഒരു പെയിന്റും പാട്ട വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം നിൽക്കാനുള്ള ശരിക്കുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വന്നത്. അവിടെ കയറി നിന്നിട്ട് നമ്മൾ മുട്ട് ഇതിലേക്ക് ചേർത്ത് വെക്കണം. ഇങ്ങനെ അല്ലല്ല, ഇതിന് മേളിൽ കൂടി തന്നെ ചേർത്ത് വെക്കണം. അങ്ങനെ കയറിയുന്നു എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി ആയി. ആൾക്ക് 2 കൈയും വിട്ട് സ്റ്റെബിലിറ്റിയിൽ നിന്ന് വർക്ക് ചെയ്യാം. അടിപൊളിയാണ്. പെണ്ണുങ്ങൾക്ക് പറ്റുമല്ലേ? സ്ത്രീകൾക്കും പറ്റും. ഇറങ്ങി പോരാൻ നേരത്ത് നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് തന്നെ പിടിക്കാം. എന്നാൽ നമ്മൾ നിൽക്കണം നമ്മുടെ ടോപ്പിൽ നിന്ന് 2 അടി താഴ്ത്തായിരിക്കും ഈ പ്ലാറ്റ്ഫോം തന്നെ. അത് അതിന്റെ ടെക്നിക്കൽ വശമാണത്. ആ പ്ലാറ്റ്ഫോം എല്ലാം അലൂമിനിയത്തിൽ വെൽഡ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ്. ഹെവി ചെക്ക്ഡ് പ്ലേറ്റിന്റെ തെന്നിപ്പോവൊന്നുമില്ല. ഇത് എന്ത് മെറ്റീരിയൽ പറഞ്ഞാൽ? ഇത് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ GI ആണ്. പക്ഷേ ലൈറ്റ് വെയിറ്റ് സ്ത്രീകൾക്കാണെങ്കിൽ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് വളരെ കുറവാണ്. സിമ്പിൾ ആയിട്ട് പൊക്കിക്കൊണ്ട് നടക്കാം. ഇതിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. അതായത് ഇതിപ്പോ 6 അടി വരും, 8 അടി വരും, 10 അടി വരും. അങ്ങനെ പല വെറൈറ്റിയിൽ. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, ആളുകളുടെ രീതിയിൽ കൂടി ഏതെങ്കിലും വേണം. ഇപ്പം നമ്മൾ ചെയ്യണ കോമൺ ഒരാൾക്ക് ആവശ്യം തന്നെ ലാഡറാണ് ചെയ്യണത്. പക്ഷേ ചിലരുടെ പർട്ടിക്കുലർ വർക്കിൽ എനിക്ക് ഈ ലാഡർ പോയാൽ പറ്റില്ല. അവർക്ക് പല രീതിയിൽ കൂടെ ആവശ്യത്തിന് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഒരേ ഒരു കാര്യം, നമുക്ക് 100% സേഫ്റ്റി ആണെന്ന് ഉറപ്പുണ്ടാവണം. സേഫ്റ്റിയിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യില്ല. ഈ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കൊടുക്കും. പക്ഷെ അത് ഇങ്ങനെ എത്രയും വലിപ്പം ഉണ്ടാക്കിയാൽ താഴെ പോകുമോ എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കില്ല. അതായത് ആളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവില്ല. അപ്പോൾ ആ രീതിയിൽ കൂടെ ഉള്ള ഒരു ലാഡർ ഇപ്പോൾ സേഫ്റ്റി പരമായിട്ട് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ലാഡറാണ് അതനുസരിച്ചുള്ള ലാഡറുകൾ ഏത് ടൈപ്പിലുള്ള നമ്മൾ ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്യും. ഇതിപ്പോൾ എന്ത് റേഞ്ച് മുതൽ എന്ത് റേഞ്ച് വരെ ജിയുടെ വരുന്നുണ്ട്? ഇത് വരുമ്പോൾ 3600 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ 3600 മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അലൂമിനിയം ലാഡർ ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും ഓരോന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ടോട്ടലി വരുമ്പോൾ 3600 സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 ലക്ഷം രൂപ വരെ വിലയിലാണ് ഇതിന്റെ വെറൈറ്റികൾ ഇരിക്കുന്നത്. പിന്നെ ആവശ്യക്കാർക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിലും എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ലാഡർ ഇതുപോലത്തെ വാങ്ങിക്കാൻ പോകുമ്പോൾ എൽദോടെ ലാഡർ ആണോ എന്നൊരു ഡയലോഗ് ഈസി പ്രൊഡക്റ്റിന്റെ ഈസി ലാഡർ. നീ എൽദോടാണെന്ന് കൂടെ ചോദിച്ചു. അപ്പൊ സന്തോഷം കേട്ടോ. അദ്ദേഹം ഒരു ഇൻവെന്റർ ആണ്. ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ, മനുഷ്യന് ആവശ്യമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അതിനൊരു ബിസിനസ് മോഡൽ ആക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ചെയ്തു തരും, പക്ഷെ നിങ്ങളുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് എന്തെങ്കിലും സാധനം മേടിച്ച് ഉടായ്പ കാണിക്കുന്ന പരിപാടി എൽദോക്ക് പറ്റില്ല. ആ പരിപാടി അത് നമ്മൾ വളരെ നമ്മുടെ വർക്കിന്റെ മുമ്പുള്ള വർക്കിന്റെ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ 10 വർഷം അമേരിക്കയുടെ മിലിറ്ററിയിൽ നേവിയിൽ ജോലി ചെയ്ത ഒരാളാണ്. അവിടത്തേക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവനും അതിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മോശം എന്നല്ല പറയണത്. പക്ഷേ അവിടുത്തെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഏത് രാജ്യത്തേക്കാളും ഹയർ ആയിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ചെയ്യുള്ളൂ. അതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്. നമ്മൾ അങ്ങനെ മറ്റൊരു വീഡിയോയുടെ എൽദോട്ട് ചെയ്യാൻ സാധിച്ചു. ഇനി ഒരു പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ, അതും കൂടെ നിങ്ങൾ കാണാം അല്ലേ? വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.